Welcome to the fight, the Multiple Option Hunter Challenge. 20,000 rupees to 1 crore. സുഹൃത്തുക്കളെ, നമ്മളെ ചലഞ്ചിൻ്റെ 12ാമത്തെ ദിവസമാണ്. നമുക്ക് ഓൾമോസ്റ്റ് 4,650 റുപ്യ പ്രോഫിറ്റ് ഉണ്ട്. 4,650 റുപ്യയിൽ ഒരു 10-250 റുപ്യ നമുക്ക് ചാർജസ് ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തത് എപ്പോഴെടുത്തത് എങ്ങനെ എടുത്തത് എന്നൊക്കെയുള്ള ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഏകദേശം മാർക്കറ്റ് ഇവിടെ ഉള്ളപ്പോഴാണ്. അതായത് ഈ വിവാപ്പിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് ഫ്രണ്ടിലോട്ട് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്താണ് ട്രേഡ് എടുത്തത്. ഏകദേശം ഈ ക്യാൻഡിലിൽ ഇവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. അത് ട്രേഡ് എടുത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നേരെ തിരിഞ്ഞ് മാർക്കറ്റ് തിരിയാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. ഏകദേശം ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ അത് എക്സിറ്റ് ചെയ്തത്. അതാണ് ഈ ഫസ്റ്റ് ട്രേഡ്. 136 എടുത്ത് 132 അത് എക്സിറ്റ് ചെയ്യുകയും ചെയ്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഹോൾഡ് ചെയ്തോളൂ. കാരണം മാർക്കറ്റ് നമുക്ക് അഗേൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ ട്രേഡ് വെച്ചോണ്ട് എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റിവേഴ്സൽ തന്നെ ഇവിടുന്ന് ഒരു സഡൻ ഫാളിനൊരു ചാൻസ് ഉള്ള ഒരു ക്യാൻഡിലായിരുന്നത്. ഇങ്ങനെ സെറ്റപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഫാള് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എക്സിറ്റ് ചെയ്തതാണ്. ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ മാർക്കറ്റ് അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നുകൊണ്ടിരുന്നു. കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെങ്ത് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ട്രേഡ് എടുത്തത് വീണ്ടും 131.13 എടുത്ത് ഏകദേശം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് എടുത്തത്. ആ ട്രേഡ് എക്സിറ്റ് ചെയ്തത് 12:43 എക്സിറ്റ് ചെയ്തത്. ഏകദേശം ഈ ഒരു ക്യാൻഡിലൊക്കെ അതാ 12:43 ഈ ക്യാൻഡിലിൽ എക്സിറ്റ് ചെയ്തു. ഞാനിവിടെ ഈ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഒരു ഹൈ റെസിസ്റ്റൻസിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുക്കുമെന്ന് പേടിച്ചിട്ടാണ് എക്സിറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം മാർക്കറ്റ് നന്നായിട്ട് അപ്പ് മൂവ് ചെയ്ത് നമുക്ക് ആ ട്രേഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ക്യാപിറ്റൽ ഡബിൾ ആക്കായിരുന്നു. പക്ഷെ ഏകദേശം നമ്മളുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സിറ്റ് ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് 4,500-4,400 റുപ്യോളം പ്രോഫിറ്റ് ഉണ്ടാവും എന്തെങ്കിലത്തെ ചാർജസ് ഒക്കെ കൂടി കുറച്ചിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 100% പ്രോഫിറ്റ് എന്നുള്ള ലെവലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഉള്ള ഫണ്ട് 14,700 ഉണ്ട്. ഇതിലൊരു 4,500-4,400 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 18,800 ഉണ്ടാവും. 39,000 റുപ്യോളം നമുക്ക് നാളെ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ 20,000 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ ക്ലോസിങ് ഏകദേശം ആ റേഞ്ചിൽ എത്തി നിൽക്കുന്നുണ്ട്. നമ്മൾ 12 ദിവസമാണ് ഇതിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പതുക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ടാർഗറ്റ് എന്നുള്ള 1 crore ഒരു 2 വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ മാസം നമ്മൾ ഇതേപോലെ ഇപ്പോൾ 50%. ഈ മാസം നമ്മൾ ടാർഗറ്റ് അറിയാലോ 45,000 ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി 39 എത്തിക്കഴിഞ്ഞ്. അതിന് ലോസാക്കാതെ വലിയ ലോസുകളൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റി ഇഷ്ടംപോലെ കിട്ടും. ലോസ് ഉണ്ടാക്കാതിരുന്നാൽ മതി. വലിയ ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് നമ്മളുടെ ക്യാപിറ്റൽ വാനിഷ് ആവുള്ളൂ. അപ്പോൾ അതില്ലാതെ പതുക്കെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നാളത്തെ ട്രേഡായിട്ട് നാളെ അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.